അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇതൊരു അടിപൊളി ഈസി ടേസ്റ്റി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ പുഡിങ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലോട്ട് കുറച്ച് പാലൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ലംസ് ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂണിന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി വെക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഇത് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഞാനൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കതില്ല എന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്സ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ രണ്ടും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് മാത്രമേ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് പഴയതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലോട്ട് കുറച്ച് പാലൊഴിച്ചൊന്ന് ലംസ് ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓണാക്കി വെച്ചതിന് ശേഷം അതൊന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലിട്ട് ഫ്ലേവറിനായിട്ട് ഞാൻ വാനിലയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. കുറച്ച് ബിസ്ക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. പാർലേജിൻ്റെ ബിസ്ക്കറ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഉപ്പ് ബിസ്ക്കറ്റ് എടുക്കാതിരുന്നാൽ മതി. നമുക്ക് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം പാർലേജികൾ നല്ലതുപോലെ കുതിർന്ന് പോകും. അപ്പോൾ ഞാൻ പാലിലോട്ട് ഇതൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഇതെല്ലാം എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഈ പാർലേജിൻ്റെ ബിസ്ക്കറ്റ് അതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലായിടത്തും ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് വീണ്ടും പാലിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലായിടത്തും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ജെറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പുഡിങ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും